ഇറാനുമായി സമാധാനത്തില് ഏർപ്പെടുന്നതില് അമേരിക്കയ്ക്ക് മുന്നില് തടസ്സമായി നിന്നത് ലെബനനിലെ ഇസ്രായേലിന്റെ ആക്രമണമായിരുന്നു. ഒടുവില് ഈ വെല്ലുവിളിക്കും ട്രംപിന്റെ ഇടപെടലില് പരിഹാരമാകുകയാണ്. ഏറെ നാള് നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവില് ഇസ്രയേലും ലെബനനും പ്രാരംഭ കരാറില് ഒപ്പുവെച്ചു. അമേരിക്കയുടെ മധ്യസ്ഥതയില് വാഷിംഗ്ടണില് നടന്ന 5ാംഘട്ട ചർച്ചകൾക്കൊടുവിലാണ് കരാര് യാഥാർത്ഥ്യമായത്. ഇസ്രയേല് സൈന്യം കൈവശം വച്ചിരിക്കുന്ന ദക്ഷിണ ലെബനനിലെ ചില പ്രദേശങ്ങള് ലെബനന് സൈന്യത്തിന് കൈമാറുന്നതാണ് കരാറിലെ പ്രധാന ഉള്ളടക്കം. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റില് നടന്ന ചടങ്ങില് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇരു രാജ്യങ്ങളുടെയും അംബാസഡർമാര് എന്നിവര് കരാറില് ഒപ്പുവെച്ചു. നേരത്തെ പൂർണ്ണമായ സൈനിക പിന്മാറ്റം വേണമെന്നായിരുന്നു ലെബനന്റെ ആവശ്യം. എന്നാൽ ഹെസ്ബൊള്ളയുടെ നിരായുധീകരണവും അതിർത്തിയിലെ സാന്നിധ്യവും ഒഴിവാക്കുമെന്ന ഉറപ്പ് ലഭിക്കാതെ പിന്മാറില്ലെന്നായിരുന്നു ഇസ്രയേലിന്റെ നിലപാട്. തർക്കങ്ങൾക്കിടെയാണ് പൈലറ്റ് സോണുകള് എന്ന ആശയത്തിലൂടെ ലെബനന് സൈന്യത്തിന് നിയന്ത്രണം കൈമാറാന് ധാരണയായത്. കരാര് പ്രകാരം ഇസ്രയേല് സതേണ് ലെബനിലെ 2 പ്രദേശങ്ങളില് നിന്നും പിന്മാറും. കരാര് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നിരിക്കെ തന്നെ വലിയ വെല്ലുവിളികള് മുന്നിലുണ്ടെന്നും ഒപ്പുവയ്ക്കല് ചടങ്ങിനിടെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പറഞ്ഞു. ഇന്നൊരു തുടക്കത്തിന്റെ തുടക്കമാണ്. മുന്നോട്ട് ഇനിയും ഒരുപാട് ജോലികളുണ്ട്. ആ ജോലികളെ ഒരക്കലും നമ്മള് ചെറുതാക്കി കാണില്ല. എന്നാല് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനോ ഇത് ഒരുമിച്ചു കൊണ്ടുവരുന്നതില് ഒരു ഭാഗമാകാന് കഴിഞ്ഞതില് സന്തോഷമുണ്ട്, മാർക്കോ റുബിയോ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. രാജ്യത്തിന്റെ പരമാധികാരം പുനഃസ്ഥാപിക്കുന്നതില് ഈ കരാർ ഒരു നിർണായക ഘടകമാണെന്ന് യുഎസിലെ ലെബനന് അംബാസഡര് നദാ ഹമാദെ മോവാദ് പറഞ്ഞു. ഇറാനെ പിന്തുണച്ച് ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേല് കഴിഞ്ഞ മാർച്ചില് ലെബനനെതിരെ തിരിഞ്ഞത്. പിന്നീട് ഇരുപക്ഷവും തമ്മില് സംഘർഷം രൂക്ഷമാകുകയായിരുന്നു. തുടർന്ന് ലെബനനില് വെടിനിർത്തല് കരാര് നടപ്പിലാക്കിയില്ലെങ്കില് അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടുന്ന സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിനെയും തങ്ങള് പിന്തുണയ്ക്കില്ലെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. തുടർന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളില് വീണ്ടും സംഘർഷം ഉടലെടുക്കുകയായിരുന്നു. ലെബനനില് ഇസ്രയേല് ആക്രമണങ്ങള് നടത്തിവരുന്നതിനിടെ ട്രംപ് നെതന്യാഹുവിനെ ഫോണില് വിളിച്ച് ക്ഷുഭിതനായി സംസാരിച്ചിരുന്നു. ലെബനനിലെ ആക്രമണത്തെ തുടർന്ന് യുഎസുമായുള്ള ചർച്ചകളിൽ നിന്ന് ഇറാന് പിന്മാറുകയാണെന്ന് ഭീഷണി മുഴക്കിയതിന് പിന്നാലെയായിരുന്നു ഇത്. ഇതിനു പിന്നാലെയാണിപ്പോൾ വെടിനിർത്തല് കരാറുണ്ടായിരിക്കുന്നത്.